ദേവി മാഹാത്മ്യം 9-ാം അധ്യായം നിശുംഭവധം. രാജാവ് പറഞ്ഞു, ദേവി അത്ഭുതമാം വണ്ണം രക്തബീജന്റെ നിഗ്രഹം ചെയ്ത വൃത്താന്തമെല്ലാം നീ വിസ്തരിച്ചു മഹാമുനെ. പിന്നീടാ ശുംഭനും തൻ്റെ ഭ്രാതാവും കോപമോടുടൻ എന്തു ചെയ്തെന്നു കേട്ടിടാനുണ്ടു വാഞ്ച മനസ്സിൽ വേം. ഋഷി പറഞ്ഞു, യുദ്ധത്തിലേറെ ദൈത്യന്മാർ രക്തബീജാതിഭീതരും ചത്തുപോയതിനാൽ ശുംഭനിശുംഭർ കോപമാർന്നിതു. ഭീമമാം സൈന്യനാശത്താൽ കോപം പൂണ്ട നിശുംഭനും വീരരാം അസുരർ ചുണ്ടും കടിച്ചും കൊണ്ടവനുടെ 4 പാർശ്വത്തിലും ദേവീവധത്തിനായി നടന്നുടൻ. വലുതാം തൻ്റെ സൈന്യത്തോടൊത്തു വന്നിട്ടു ശുംഭനും മാതൃക്കളോടു പോരേറ്റിട്ടടുത്തു ദേവിയോടുടൻ. വർഷം പോലെ ശരം ശുംഭനിശുംഭർ ദേവി തൻ്റെ മേൽ ചൊരിഞ്ഞിട്ടു ഗ്രാമം യുദ്ധം നടത്തി പല രീതിയിൽ. ചണ്ഡികാദേവി പ്രത്യസ്ത്രം കൊണ്ടതെല്ലാം മുറിച്ചുടൻ അനേക ദിവ്യശസ്ത്രങ്ങൾ ദൈത്യന്മാരിൽ ചൊരിഞ്ഞിതു. ദേവി വാഹന സിംഹത്തിൻ ശിരസിൽ മൂർച്ചയുള്ള തൻ വാളുകൊണ്ടു നിശുംഭൻ നന്നായറഞ്ഞങ്ങു വെട്ടിനാൻ. വെട്ടു സിംഹത്തിനേറ്റപ്പോൾ ചുരുഗ്രാസ്ത്രത്തിനാലുടൻ ദൈത്യന്റെ ഖഡ്ഗം ഫലകം രണ്ടും ഖണ്ഡിച്ചു. ചണ്ഡിക ഖഡ്ഗ ചർമ്മങ്ങൾ പോയപ്പോൾ വേൽ പ്രയോഗിച്ചു ദാനവൻ. ചക്രത്താൽ വേലിനെ 2 തുണ്ടാക്കിത്തള്ളി ചണ്ഡിക. കോപത്തോടസുരൻ വിട്ടൂരഗ്രശൂലം ശിവയുടെ ഹസ്തദാഠനമേറ്റിട്ടു. തവിടുപൊടിയായി പോൽ ഗത കയ്യിലെടുത്തിട്ടാഞ്ഞറിഞ്ഞു ദൈത്യപുങ്കവൻ. ത്രിശൂലം കൊണ്ടു ശീഘ്രത്തിൽ പൊടിച്ചാനതിനെ ശിവ. പരശും കയ്യിലേന്തിക്കൊണ്ടോടി വന്നൊരു ദൈത്യനെ ദിവ്യബാണങ്ങളാൽ ദേവി നിലം പരശു വീഴ്ത്തിനാൾ. അത്യുഗ്രവീര്യനാം തൻ്റെ ഭ്രാതാവിൻ വീഴ്ച കണ്ടുടൻ നേരിട്ടു യുദ്ധമേൽക്കാനായി ചെന്നു ക്രുദ്ധിച്ചു ശുംഭനം. 8 കൈകളിലും ദിവ്യശസ്ത്രാസ്ത്രങ്ങൾ ധരിച്ചൊരാ ശുംഭനേറ്റം വിളങ്ങി തൻ സെന്ധനത്തിൽ യുത്സുവായി. ശുംഭനെ കണ്ടു കോപിച്ചു ശംഖം ഞാണൊലിയാദിയാൽ ചണ്ഡികാദേവി അത്യുഗ്രശബ്ദഘോഷം മുഴക്കിനാൾ. ഉഗ്രമാം മണിനാദത്തെ കൂട മുഴക്കിയ ദൈത്യ സൈന്യത്തെ നിസ്തേജമാക്കി തീർത്തിതു ചണ്ഡിക. ദേവി കേസരി തൻ്റെ ഉഗ്രഗർജനം കേട്ടു ശത്രുവിൻ ഗജങ്ങൾ മതവും വിട്ടു ഭയന്നു മരുവീടിനാർ. കാളിമേൽ പോട്ടു ചാടിയിട്ടു താഴോട്ടു പതിച്ചുടൻ കൈത്തലം കൊണ്ടടിച്ചു ഉഗ്രശബ്ദമുണ്ടാക്കി ഭൂമിയിൽ. ശിവദൂതി ദേവി തൻ്റെ ഗർജനം കേട്ടു ദാനവൻ നടുങ്ങുന്നത് കണ്ടിട്ടു കോപിച്ചു ശുംഭദാനവൻ. നിൽക്ക ദുഷ്ടാത്മൻ എന്നു ചൊല്ലിയ ദേവിയെ ജയ ചണ്ഡിക എന്നാർത്തു വിളിച്ചു വിണ്ണിൽ വാനവർ. വന്നി പോലെ ജ്വലിച്ചും കൊണ്ടടുക്കും ശുംഭശക്തിയെ. മഹോൽക്കാശക്തിയാൽ ദേവി കീഴ്പ്പെടുത്തി പൊടുന്നനെ. ത്രൈലോകത്തോളമെത്തുന്ന ശുംഭസിംഹസ്വനത്തെയും ശസ്ത്രാസ്ത്രഘട്ടനക്വാണം മതി ലംഘിച്ചു പോർക്കളെ. ദേവിയും ശുംഭനും ചെയ്തു ബാണവർഷം പരസ്പരം ഖണ്ഡിച്ചോരോന്നിനും തക്ക പ്രത്യസ്ത്രങ്ങൾ തൊടുത്തവർ. കോപിച്ചു ചണ്ഡികാദേവി ശൂലത്താൽ കുത്തി ദൈത്യനെ. ശൂലാഘാതത്തിനാൽ ശുംഭൻ മൂർച്ഛിച്ചവിടെ വീണുപോയി. അപ്പോൾ ബോധം വന്നെണീറ്റ നിശുംഭൻ വിൽക്കുലച്ചുടൻ അസ്ത്രവർഷം ചെയ്തു ദേവിക്കെതിരെ കോപമോടുടൻ. ആയുധം കൈകളോടൊത്തിട്ടിത്രയും ചക്രമേന്തിയാം നിശുംഭൻ ദേവിയെ ചക്രവ്യൂഹം കൊണ്ടു മറച്ചിതു. ഇതു കണ്ടിട്ടു കോപിച്ചു ദുർഗാതിനാശിനി. ചക്രമെല്ലാം ബാണമിതു മുറിച്ചു പൊടിയാക്കിനാൾ. ഗതയും താണ്ടി സൈന്യത്തോടൊത്തു വേഗം നിശുംഭനും ദേവിയെ കൊല്ലുവാനിച്ചരികത്തോട്ടു മണ്ടിനാൻ. ദേവി ബാളാൽ നിശുംഭന്റെ ഗത ഖണ്ഡിച്ചു വീഴ്ത്തവേ. ശൂലം വേഗം കൈക്കലാക്കി കുതിച്ചു ദൈത്യപുങ്കവൻ.
ശൂലഭം കൊണ്ടു ചാടുന്ന നിശുംഭൻ തൻ്റെ മാറിടം ആത്മശൂലത്തിനാൽ കുത്തിപ്പിളർന്നു പരമേശ്വരി. ശൂലം കൊണ്ടു നിശുംഭൻ്റെ മാർ പിളർന്നതിൽ നിന്നുടൻ നിൽക്ക എന്നങ്ങു പറഞ്ഞും കൊണ്ടൊരുത്തൻ തല നീട്ടിനാൻ. അവൻ്റെ വാളാൽ വെട്ടി ധരിത്രയിൽ ഇട്ടട്ടഹസിച്ചേറ്റം ചണ്ഡിക ചണ്ഡവിക്രമം. സിംഹവും കാളിയും പിന്നെ ശിവദൂതിയുമൊത്തുടൻ ദംഷ്ട്രയാൽ ദൈത്യ സൈന്യത്തെ പിളർന്നിട്ടശനമാക്കിനാർ. കൗമാരീശക്തിയേറ്റേറെ അസുരർ പ്രതിയാർന്നിതു. ബ്രഹ്മാണി മന്ത്രത്തോയത്താൽ ഹരിച്ചു പല ദൈത്യരെ. അഹേശ്വരി തൃശൂലത്താൽ ദൈത്യരെ കൊന്നു വീഴ്ത്തവേ. വാരാഹി തുണ്ഡഘാതത്താൽ പൊടിച്ചു പലരെയുമേ. വൈഷ്ണവീ ദേവി ചക്രത്താൽ തുണ്ടുതുണ്ടായി മുറിക്കവേ. ഐന്ദ്രിയം വജ്രപാതത്താൽ ഹനിച്ചു പലരെയുമേ. ദൈത്യന്മാർ പലർ ചത്തപ്പോൾ ചിലരോടിയൊളിച്ചുപോൽ. ശേഷിച്ചോരെ കൊന്നു തിന്നു സിംഹവും കാളിയും രുഷാം. ഇങ്ങനെ നിശുംഭപദം എന്ന 9-ാം അധ്യായം സമാപിച്ചു. ദേവി മഹാത്മ്യം ശുംഭവധം 10-ാം അധ്യായം. ദേവി പറഞ്ഞു, പ്രാണനു തുല്യനാം നിന്റെ ഭ്രാതാവിൻ പ്രാണനാശവും സൈന്യനാശങ്ങളും കണ്ടു ശുംഭൻ കോപിച്ചുരച്ചിതം. എന്തിനു ദുഷ്ടയാം ദുർഗേ നിനക്കീ ഗർവമൊക്കെയും അന്യർതൻ ശക്തി കൊണ്ടല്ലോ മാനിയായി ചെയ്തു നീരണം. ദേവി പറഞ്ഞു, ഈ ലോകത്തിൽ സർവവും ഞാൻ വേറെ മറ്റില്ലൊരുത്തരം. ദുഷ്ട നീ കണ്ടുകൊള്ളുകന്നിൽ പ്രവേശിക്കുന്നതൻ ഗണം. ബ്രഹ്മാണി മുതലായുള്ള ശക്തികൾ സർവവും തഥാം ചണ്ഡികാദേവിയിൽ ചേർന്നിട്ടേകയായി പരംപിക. ദേവി പറഞ്ഞു, ഞാനൻ വിഭൂതിയാൽ വേറായി നിന്ന ദേവികളൊക്കെയും വീണ്ടും എന്നിൽ ലയിച്ചപ്പോൾ യുദ്ധത്തിനായി നിൽക്ക നീ. ഋഷി പറഞ്ഞു, പിന്നിട്ടു ദേവിയും ശുംഭൻ താനുമായിട്ടു ഘോരമാം യുദ്ധമുണ്ടായി. സർവർക്കും ഭയമേകുന്ന മാതിരി ശരവർഷങ്ങൾ തീഷ്ണായുധങ്ങൾ ദിവ്യശസ്ത്രവും കൊണ്ടു ദേവീ ശുംഭർ ചെയ്തുരണം ലോകഭയങ്കരം. ദിവ്യാസ്ത്രങ്ങൾ മഹാദേവി പ്രയോഗിച്ചതു സർവവും പ്രത്യസ്ത്രങ്ങൾ തൊടുത്തിട്ടു ഖണ്ഡിച്ചു ദൈത്യപുങ്കവൻ. ശുംഭൻ വിട്ടോരു ദിവ്യാസ്ത്ര സഞ്ചയം ലീനയായി ശിവ കാരോച്ചരണം കൊണ്ടു മാത്രം നിഷ്പ്രഭമാക്കിനാൾ. ദേവിയെ മൂടി ദൈത്യേന്ദ്രൻ ശരവർഷത്തിനാൽ അതിൽ കോപിച്ചു. ദേവി ശുംഭന്റെ അമ്പും വില്ലും മുറിച്ചതും ധനുസ്സറ്റപ്പോഴാ ദൈത്യൻ കയ്യിൽ വേലൊന്നെടുക്കവേ ചക്രത്തിനാൽ അതിനെ ഖണ്ഡിച്ചെറിഞ്ഞു ജഗദംബിക. ദിവ്യമാം പരിഘത്തോടെ ഖഡ്ഗം കയ്യിൽ ധരിച്ചുടൻ ശുംഭൻ ദേവി സമീപത്തേക്ക് ഓടിച്ചെന്നു വധിക്കുവാൻ. ഉടനമ്പെയ്തു ദൈത്യന്റെ രഥം സാരഥിയുൾപ്പെടെ രഥാശ്വം പരശും വാളും മുറിച്ചു ജഗദംബിക. അശ്വം സാരഥിയും പിന്നെ രഥവും തൻ്റെ ചാപവും ചിഹ്നമായപ്പോഴാ ദൈത്യൻ മുദ്ഗരം കയ്യിലേന്തിനാൻ. ഇരുമ്പുഗതിയും ദേവീയസ്ത്രം കൊണ്ടു തകർക്കവേ കൈ ചുരുട്ടിപ്പിടിച്ചും കൊണ്ടടുത്ത ദൈത്യപുങ്കവൻ. ജഗജ്ജനനി തന്മാറിൽ താഠിച്ചു കോപമോടുടൻ ദേവിയും ശുംഭഭക്ഷസിൽ ലഘുവായൊന്നു തട്ടിനാൾ. ദേവി താഠനമേറ്റിട്ടു ശുംഭൻ മോഹിച്ചു വീണതു. എന്നിട്ടുമുടനെ തന്നെ ഉത്ഥാനം ചെയ്തു പോരിനായി ദേവിയെയും പിടിച്ചും കൊണ്ടുയർന്നു വ്യോംനിദാനവൻ. വ്യോമത്തിങ്കൽ വെച്ചും അപ്പോൾ യുദ്ധം ചെയ്തു പരാംബിക. ആകാശത്തിൽ നിരാധാരരായി വിസ്മയമാം വിധം ശുംഭനും ദേവിയും ചെയ്തു മഹായുദ്ധം പരസ്പരം. മഹായുദ്ധം കുറേ നേരമായപ്പോൾ ജഗദീശ്വരി ശുംഭന് കയ്യിനാൽ വാരിച്ചുഴറ്റിത്തള്ളി ഭൂമിയിൽ നിന്നണീറ്റിട്ടു. ശുംഭൻ മുഷ്ടി ചുരുട്ടിയിട്ടോടിച്ചെന്നു വധിക്കാനായി ഇച്ഛിച്ചുകൊണ്ടു ദേവിയെ. ഓടിയെത്തുന്ന ദൈത്യൻ്റെ മാറിൽ ശൂലം തറച്ചുടൻ കുത്തിപ്പിളർന്നു ശ്രീദേവി ഭൂമിയിൽ തള്ളി വീഴ്ത്തിനാൾ. ദേവി ശൂലാഗ്രമേറ്റിട്ടു ശുംഭൻ ക്ഷോണിയിൽ വീഴവേ ഭൂമി അബ്ധിഗിരിക്കൂട്ടം ദീപങ്ങളുമിളകിപോൽ.
ദുഷ്ടൻ ചത്തതിനാൽ ലോകമെല്ലാം ചെമ്മേ പ്രശാന്തമായി സ്വസ്ഥമായ അഖിലം വാനമെങ്ങും നന്നായി തെളിഞ്ഞതു. ഉൽക്കോൽപാദങ്ങൾ കൂടാതെ ലോകമെല്ലാം പ്രസന്നമായി നദികൾ ശുദ്ധമായി നേരെ വഴിക്കു പ്രവഹിച്ചതു. ദേവന്മാരഖിലം സന്തോഷാബ്ധിയിൽ മഗ്നരാകവേ ഗന്ധർവന്മാർ മോഹനമാം ഗാനം ചെയ്തു രസിച്ചിതു. വാദ്യമേളങ്ങളോടൊപ്പം നൃത്തം അപ്സരസ്സുകൾ മന്ദാനിലൻ വീശിമെല്ലെ തെളിഞ്ഞു. രവിരോമനി ഹോമകുണ്ഡാഗ്നികൾ വീണ്ടും ഉയർന്നു. ഭൂമുഖങ്ങളിൽ ദുശബ്ദം തീർന്നു. സർവത്ര പരന്നു ശുദ്ധശാന്തത. ഇങ്ങനെ ശുംഭവധം എന്ന 10-ാം അധ്യായം സമാപിച്ചു.